നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാസാഗർ മുദ്രമലയുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ കഴിഞ്ഞ ദിവസം നമ്മൾ ആരംഭിച്ച ഒരു കഥയുടെ ബാക്കി ഭാഗമാണ്. കഥയുടെ പേര് ഹൗ ഫാർ ഈസ് ദ റിവർ എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ കഥയിലെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ബോയിയെ പരിചയപ്പെട്ടായിരുന്നു. താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടുകേൾവി മാത്രമുള്ള ഒരു പുഴയിലേക്ക് യാത്ര പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബോയിയുടെ കഥയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തത് തുടങ്ങി വെച്ചത്. അപ്പോൾ അവനൊരു അവസരം കൈവന്നിരിക്കുകയാണ്. വീട്ടിലാരുമില്ലാത്ത ഒരു ദിവസം, വീട്ടിൽ പാരൻസ്, തൻ്റെ അച്ഛനും അമ്മയൊക്കെ ബന്ധുക്കളെ കാണാനായിട്ട് പോയിരിക്കുന്ന ഒരു ദിവസം അവനെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ടാണ് പോയത്. അപ്പോൾ അവർ വൈകുന്നേരം മാത്രമേ തിരിച്ചു വരികയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആ ബോയ് അന്ന് പുഴ കാണാനായിട്ട് തനിക്ക് കേട്ടുകേൾവി മാത്രമുള്ള ആ ഒരു പുഴ കാണുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കഥ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ നമുക്കിന്ന് ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ ബോയ്, കഥാനായകനായിട്ടുള്ള ബോയ് മനസ്സിലാഗ്രഹിച്ച ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു അവസരം വന്ന് തീരുകയാണ്. വൈകുന്നേരം വരെ ഒരു കാരണവശാലും അവൻ്റെ രക്ഷിതാക്കൾ എന്ത് ചെയ്യില്ല, തിരിച്ചു വരില്ല എന്നവൻ എന്ത് ചെയ്തിരിക്കുകയാണ്, മനസ്സിലാക്കിയിരിക്കുകയാണ്. സോ അവൻ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. സോ he went into the house and wrapped the loaf in a newspaper. Then he closed all the doors and windows. അപ്പോൾ ആ പയ്യൻ എന്ത് ചെയ്യുകയാണ്, ഹി വെൻറ്റ് ഇൻ ടു ദി ഹൗസ്, അവൻ ആ വീടിനകത്തേക്ക് പോയി. ആൻഡ് റാപ്പ് മീൻസ് പൊതിയുക, പൊതിഞ്ഞെടുത്തു ദ ലോഫ് ഇൻ എ ന്യൂസ് പേപ്പർ. ലോഫ് എന്ന് പറഞ്ഞാൽ കഷ്ണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തായിരുന്നു. പോകുന്നതിന് മുമ്പായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവൻ ബ്രെഡൊക്കെ എന്ത് ചെയ്തായിരുന്നു, തയ്യാറാക്കി വെച്ചായിരുന്നു. അപ്പോൾ ആ ബ്രെഡിൻ്റെ ഒരു ലോഫാണ്, ഒരു കഷ്ണമാണ് അവൻ എന്ത് ചെയ്തത്, ഒരു ന്യൂസ് പേപ്പറിൽ, ഒരു കടലാസിൽ എന്ത് ചെയ്തത്, പൊതിഞ്ഞെടുത്തത്. ദെൻ ഹീ ക്ലോസ്ഡ് ഓൾ ദി ഡോഴ്സ് ആൻഡ് വിൻഡോസ്. എന്നിട്ട് എന്ത് ചെയ്യണം, അവൻ പുറത്തേക്ക് പോവുകയാണല്ലോ, ദൂരം കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ വീട്ടിൻ്റെ എല്ലാ കതകുകളും ജനാലകളും ഒക്കെ എന്ത് ചെയ്തു, അവന് അടച്ചു. The path to the river dropped steeply into the valley, then rose and went round the big mountain. It was frequently used by the villagers, the woodcutters, milkmen, and mule drivers. But there were no villages beyond the mountain or near the river. സോ അവൻ പോവുകയാണ്, റിവർ കാണാനായിട്ട് എന്ത് ചെയ്യാണ്, പോവുകയാണ്. ദ പാത്ത് ടു ദ റിവർ, പാത്ത് മീൻസ് ദ വേ, വഴി എന്നാണ് അർത്ഥം. ദ പാത്ത് ടു ദ റിവർ, നമ്മുടെ റിവറിലേക്കുള്ള, പുഴയിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ഡ്രോപ്ഡ് സ്റ്റീപ്ലി ഇൻ ടു ദ വാലി, ആ താഴ്വരയിലേക്ക് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നതായിരുന്നു. അതായത് സ്റ്റീപ്ലി മീൻസ് ചെങ്കുത്തായിട്ടുള്ളതായിരുന്നു, അതായത് കുത്തനെയുള്ള ഒരു ഇറക്കമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ പുഴയിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ. അതായത് ഇവൻ്റെ വീടൊരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ്. സ്വാഭാവികമായിട്ടും അവൻ്റെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വലിയ ചെങ്കുത്തായിട്ടുള്ള ഒരു ഇറക്കമായിരിക്കും താഴ്വരയിലേക്ക് എന്ത് ചെയ്യുന്നത്, ഇറങ്ങിക്കിടക്കുന്നത്. സോ ദ പാത്ത് ടു ദ റിവർ ഡ്രോപ്ഡ് സ്റ്റീപ്ലി ഇൻ ടു ദ വാലി, ആ വാലിയിലേക്ക് മീൻസ് താഴ്വരയിലേക്ക് ആഴത്തിൽ അല്ലെങ്കിൽ ചെങ്കുത്തായിട്ട് കിടക്കുന്ന വഴിയായിരുന്നു നമ്മുടെ പുഴയിലേക്കുള്ള വഴി. ദെൻ കുറച്ച് ദൂരം ഇങ്ങനെ ചെങ്കുത്തായിട്ട് കിടക്കുന്നുവെങ്കിലും ദെൻ റോസ്, പിന്നീട് ആ വഴി ഇങ്ങനെ ഉയർന്നിരുന്നു. റോസ് മീൻസ് റൈസിൻ്റെ പാസ്റ്റാണ് റോസ് എന്ന് പറഞ്ഞാൽ. റൈസ് എന്ന് പറഞ്ഞാൽ ഉയരുക എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്ന അർത്ഥം. അപ്പോൾ ചെങ്കുത്തായിട്ടാണ് ആ വഴി തുടങ്ങുന്നതെങ്കിലും കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്ക് ആ വഴി പിന്നെ എന്ത് ചെയ്യും, ആ ഉയർന്നു വരാം. അതായത് ആ ഇറക്കം മാറി എന്ത് ചെയ്യും, നിരപ്പാകും. ആൻഡ് വെൻറ്റ് റൗണ്ട് ദ ബിഗ് മൗണ്ടൻ, എന്നിട്ട് ആ വഴി ആരെ ചുറ്റി, ആ വലിയ പർവ്വതത്തിനെ ചുറ്റി എന്ത് ചെയ്തിരുന്നു, പോയിരുന്നു. സോ ഇറ്റ് വാസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ബൈ ദ വില്ലേജേഴ്സ്, ആ വഴി മിക്കവാറും ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആര് ഉപയോഗിക്കാറുണ്ടായിരുന്നു, നമ്മുടെ വില്ലേജേഴ്സ്, അതായത് ആ നാട്ടുകാർ അല്ലെങ്കിൽ ആ ഗ്രാമനിവാസികളൊക്കെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഉപയോഗിക്കാറുണ്ടായിരുന്നു. ദ വുഡ് കട്ടേഴ്സ്, അതുപോലെ വില്ലേജേഴ്സ് മാത്രമല്ല വുഡ് കട്ടേഴ്സ്, മരം വെട്ടുകാരും ആ വഴി ഉപയോഗിക്കാറുണ്ടായിരുന്നു. മിൽക്ക്മെൻ, പാൽക്കാർ ആ വഴി ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതുപോലെ മ്യൂൾ ഡ്രൈവേഴ്സ് മീൻസ് കഴുതവണ്ടി, അതായത് മ്യൂൾ, കോവർ കഴുത വലിക്കുന്ന വണ്ടിയാണ് മ്യൂൾ കാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂൾ ഡ്രൈവേഴ്സ് മീൻസ് കഴുത വലിക്കുന്ന വണ്ടിയും കൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെ മിക്കവാറും ഒക്കെ ആ വഴി എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഉപയോഗിക്കാറുണ്ടായിരുന്നു. ബട്ട് ദെർ വെയർ നോ വില്ലേജസ് ബിയോണ്ട് ദ മൗണ്ടൻ, പക്ഷേ ആ മൗണ്ടൻ്റെ അപ്പുറത്തായിട്ട്, ബിയോണ്ട് ദ മൗണ്ടൻ, ആ പർവ്വതത്തിൻ്റെ അപ്പുറത്തായിട്ട് ദെർ വെയർ നോ വില്ലേജസ്, ഒരു ഗ്രാമവും എന്ത് ഉണ്ടായിരുന്നില്ല. ഓർ നിയർ ദ റിവർ, ആ മൗണ്ടൻ്റെ അപ്പുറത്തായിട്ടോ നിയർ ദ റിവർ, ആ റിവറിൻ്റെ അതായത് ആ പുഴയുടെ അടുത്തായിട്ടോ ഒരു വില്ലേജും, അതായത് ഒരു ഗ്രാമവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. The boy passed a woodcutter and asked him how far it was to the river. The woodcutter was a short but powerful man with a creased and weathered face, muscles that stood out in hard, ugly lumps.
അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ദ ബോയ് പാസ്ഡ് എ വുഡ് കട്ടർ, ഒരു മരം വെട്ടുകാരനെ ഇങ്ങനെ എന്ത് ചെയ്തു, കടന്നു പോയി. ആൻഡ് ആസ്ക്ഡ് ഹിം, എന്നിട്ട് ആ മരം വെട്ടുകാരനോട് നമ്മുടെ പയ്യൻ ചോദിച്ചു, ഹൗ ഫാർ ഇറ്റ് വാസ് ടു ദി റിവറിലേക്ക്, അതായത് പുഴയിലേക്ക് ഇനി എത്ര ദൂരം ഉണ്ടെന്ന് എന്ത് ചെയ്തു, ചോദിച്ചു. ഇനി ആ വുഡ് കട്ടറിനെ കുറിച്ചാണ് പറയുന്നത്. ആ മരം വെട്ടുകാരൻ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? ദ വുഡ് കട്ടർ വാസ് എ ഷോർട്ട് ബട്ട് പവർഫുൾ മാൻ. ആ വുഡ് കട്ടർ എന്ന് പറയുന്ന മരം വെട്ടുകാരൻ വാസ് എ ഷോർട്ട് മീൻസ് ഉയരം കുറഞ്ഞ, ബട്ട് പവർഫുൾ മാൻ, പക്ഷേ നല്ല ആരോഗ്യമുള്ള ദൃഢഗാത്രനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. വിത്ത് എ ക്രീസ്ഡ് ആൻഡ് വെതേഡ് ഫേസ്, അയാളുടെ മുഖത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഹിസ് ഫേസ് വാസ് ക്രീസ്ഡ് ആൻഡ് വെതേഡ്. ക്രീസ്ഡ് മീൻസ് ചുക്കിച്ചുളിഞ്ഞ, അതായത് ചുളിവുകളുള്ള മുഖത്തിനെയാണ് ക്രീസ്ഡ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതുപോലെ വെതേഡ് മീൻസ് ഈ വെയിലൊക്കെ അടിച്ച് കറുക്കത്തില്ലേ, കറുത്ത് കരിവാളിക്കത്തില്ലേ, അതിനെയാണെന്ന് പറയുന്നത് ക്രീസ്ഡ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതായത് നിറം മങ്ങുക എന്ന് എന്ത് ചെയ്യും പറയും. ക്രീസ്ഡ് അല്ല, വെതേഡ് എന്ന് പറഞ്ഞാൽ നിറം മങ്ങുക. അപ്പോൾ ക്രീസർ എന്ന് പറഞ്ഞാൽ ചുളിഞ്ഞത്, വെതേഡ് എന്ന് പറഞ്ഞാൽ നിറം മങ്ങി. അങ്ങനെ നിറം മങ്ങിയ ചുളിഞ്ഞ മുഖമുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ വുഡ് കട്ടർ എന്ന് പറഞ്ഞാൽ. ആൻഡ് മസിൽസ് ദാറ്റ് സ്റ്റുഡ് ഔട്ട് ഇൻ ഹാർഡ് അഗ്ലി ലംസ്. അദ്ദേഹത്തിൻ്റെ മസിൽസ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? സ്റ്റുഡ് ഔട്ട് ഇൻ ഹാർഡ് അഗ്ലി ലംസ് മീൻസ് കൂനകൾ പോലെ ഇങ്ങനെ കൂടി നിൽക്കുന്ന, അത്ര അഗ്ലി ആയിട്ടുള്ള, അതായത് അത്ര സൗന്ദര്യമൊന്നും ഇല്ലാത്ത തരത്തിലുള്ള മസിൽസ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതായത് മറ്റേ കൂന കൂട്ടി വെച്ചിരിക്കുന്ന പോലുള്ള മസിൽസ്, ഇങ്ങനെ മുഴച്ചു നിൽക്കുന്ന പേശികളായിരുന്നു, മാംസപേശികളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉയരം കുറഞ്ഞ ഒരു നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം അദ്ദേഹം ഒരു വുഡ് കട്ടറാണ്, നന്നായിട്ട് അധ്വാനിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ വുഡ് കട്ടർ. അപ്പോൾ വുഡ് കട്ടർ മറുപടി പറയുകയാണ് എത്ര ദൂരം ഉണ്ടെന്ന്. 7 miles he said, which was fairly accurate. Why do you want to know? അപ്പോൾ അയാൾ മറുപടി പറയുകയാണ് 7 miles, ഇവിടെ നിന്ന് എത്ര മൈൽ ദൂരമുണ്ട്? 7 മൈൽ ദൂരം ഉണ്ട്. He said, which was fairly accurate, ശരിക്കും ഏകദേശം ആ കണക്ക് ശരിയായിരുന്നു. ഫെയർലി ആക്യുറേറ്റ്, ആ കണക്ക് ഏകദേശം എന്താണ്, ശരിയാണ്. കാര്യം ഇവിടെ നിന്ന് എത്ര മൈൽ കാണാനുള്ള സാധ്യതയുണ്ട്? 7 മൈൽ ദൂരം കാണാനുള്ള സാധ്യത ഉണ്ട്. എന്നിട്ട് അയാളൊരു ചോദ്യം അപ്പോൾ അതിനോട് ചോദിക്കുകയാണ്, വൈ ഡു യു വാണ്ട് ടു നോ? അത് അറിഞ്ഞിട്ടപ്പോൾ എന്തിനാ, പുഴയിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് അറിഞ്ഞിട്ടപ്പോൾ എന്തിനാന്ന് ബോയിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ബോയ് മറുപടി പറയുകയാണ്, ഐ ആം ഗോയിങ് ടു ദ റിവർ സെഡ് ദ ബോയ്. ഞാൻ എവിടേക്ക് പോവുകയാണ്? ഞാൻ ആ പുഴയിലേക്ക് പോവുകയാണ്. അലോൺ, ഒറ്റയ്ക്കാണോ പോകുന്നത്? നമ്മുടെ വുഡ് കട്ടർ ചോദിക്കുകയാണ്. അപ്പോൾ ബോയ് തിരിച്ചു പറയുകയാണ്, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും ഒറ്റയ്ക്കാണ്, എൻ്റെ കൂടെ ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് പുഴ കാണാനായിട്ട് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. But it is too far. It will take you 3 hours to reach there and then you have to come back. It will be getting dark. Besides, it is not an easy road. അപ്പോൾ നമ്മുടെ വുഡ് കട്ടർ ആ ബോയിയോട് പറയുകയാണ്, ഒറ്റയ്ക്കാണ് നീ പോകുന്നതെങ്കിൽ, ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ, പക്ഷേ ആ പുഴ ഒരുപാട് അകലെയാണല്ലോ. ഇറ്റ് വിൽ ടേക്ക് യു 3 hours ടു റീച്ച് ദെയർ. അവിടെ എത്തിച്ചേരാൻ തന്നെ എത്ര മണിക്കൂർ വേണ്ടി വരും? ഏകദേശം 3 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ആൻഡ് ദെൻ യു ഹാവ് ടു കം ബാക്ക്. അവിടെ പോയാൽ മാത്രം പോരല്ലോ, യു ഹാവ് ടു കം ബാക്ക്. നിനക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡാർക്ക്. പക്ഷേ നീ തിരിച്ചു വരുമ്പോഴേക്കും ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡാർക്ക്, നേരെ എന്തായിട്ടുണ്ടാവും? ഇരുട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നേരെ ഇരുട്ടുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് നീ എന്ത് ചെയ്യും? താമസിക്കും. ബിസൈഡ്സ്, മാത്രമല്ല, കൂടാതെ, ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി റോഡ്. സാധാരണ വഴിയിലൂടെ നടക്കുന്ന പോലെ വളരെ ഈസി ആയിട്ട് നടന്നു പോകാൻ പറ്റുന്ന ഒരു റോഡല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി റോഡ്. അതൊരു ഈസി ആയിട്ടുള്ള മീൻസ് ആ സുഗമമായിട്ടുള്ള വഴി അല്ല എന്നുകൂടി ആരെ ഓർമ്മിപ്പിക്കുകയാണ്? നമ്മുടെ വുഡ് കട്ടർ നമ്മുടെ പയ്യനെ എന്ത് ചെയ്യാണ്? ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പയ്യൻ മറുപടി പറയുകയാണ്, നമ്മുടെ ബോയ് മറുപടി പറയുകയാണ്, But I am a good walker, said the boy, though he had never walked further than a mile from his house to his school. പക്ഷേ നമ്മുടെ ബോയ് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, ബട്ട് ഐ ആം എ ഗുഡ് വാക്കർ. കുഴപ്പമില്ല, എത്ര ദൂരം ഉണ്ടെങ്കിലും എത്ര ദുർഘടമായിട്ടുള്ള വഴിയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഐ ആം എ ഗുഡ് വാക്കർ, ഞാൻ നല്ലൊരു വാക്കറാണ്. വാക്കർ മീൻസ് നന്നായിട്ട് നടക്കുന്ന ആളാണ്. ശരിക്കും പറഞ്ഞാൽ അവൻ നന്നായിട്ട് നടക്കുന്ന ആളൊന്നും ആയിരുന്നില്ല കേട്ടോ, അത് പിന്നീട് പറയുന്നുണ്ട്. സെഡ് ദ ബോയ് എങ്ങനെ പറഞ്ഞു, ഞാൻ നല്ലൊരു നടത്തക്കാരനാണെന്ന് പറഞ്ഞു. ദോ ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദാൻ എ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് സ്കൂൾ. അവൻ്റെ നടത്തം എന്ന് പറഞ്ഞാൽ അവൻ സാധാരണഗതിയിൽ ആകെ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് 1 മൈൽ ദൂരമാണ്. അവൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള 1 മൈൽ ദൂരത്തിനേക്കാൾ കൂടുതൽ അവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? നടന്നിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും അവൻ എന്തെന്ന് പറഞ്ഞു? ഐ ആം എ ഗുഡ് വാക്കർ എന്ന് എന്ത് ചെയ്തു? അവൻ എന്ത് ചെയ്യാണ്? അഭിപ്രായപ്പെടുകയാണ്. The path was steep and the boy had to run most of the time. It was a dizzy, winding path and he slipped once or twice. The hill was covered with lush green ferns. The trees were wound in creepers and a great wild dahlia suddenly reared its golden head from the leaves and ferns. The path was steep.
ആ പാത്ത് മീൻസ് ആ വഴി എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതായിരുന്നു? വാസ് സ്റ്റീപ്പ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെങ്കുത്തായിട്ടുള്ള പാതയായിരുന്നു അത്. ആൻഡ് ദ ബോയ് ഹാഡ് ടു റൺ മോസ്റ്റ് ഓഫ് ദ ടൈം, ഒരുപാട് സമയങ്ങളിൽ മിക്കവാറും ഒക്കെ ബോയ്ക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? ഹാർഡ് ടു റൺ, ഓടേണ്ടതായിട്ട് എന്ത് ചെയ്തു വന്നു? ഇറ്റ് വാസ് എ ഡിസി വൈൻഡിങ് പാത്ത്, അത് എങ്ങനെയുള്ള വഴിയായിരുന്നു അറിയാമോ? ഡിസി മീൻസ് തല ചുറ്റിക്കുന്ന, വൈൻഡിങ് വളഞ്ഞു പുളഞ്ഞു പോകുന്ന ആ ഒരു പാതയായിരുന്നു അത്. ആൻഡ് ഹീ സ്ലിപ്ഡ് വൺസ് ഓർ ട്വൈസ്, ഒന്ന് രണ്ട് പ്രാവശ്യം അവൻ എന്ത് ചെയ്യുക പോലും ചെയ്തു? സ്ലിപ്പ് മീൻസ് തെന്നി വീഴാൻ പോവുക പോലും എന്ത് ചെയ്തു. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫേൺസ്, ഫേൺ മീൻസ് പന്നച്ചെടി, പച്ച നിറത്തിലുള്ള പന്നച്ചെടികളാൽ മുഖരിതമായിരുന്നു നമ്മുടെ മൗണ്ടൻ അല്ലെങ്കിൽ നമ്മുടെ ഹില്ല്, നമ്മുടെ ആ ഒരു പർവ്വതം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ദ ട്രീസ് വെയർ വൗണ്ട് ഇൻ ക്രീപ്പേഴ്സ്, നമ്മുടെ ട്രീസ്, ആ മലയിൽ കാണപ്പെടുന്ന ട്രീസ് എല്ലാം, ട്രീസ് മീൻസ് മരങ്ങളെല്ലാം വൗണ്ട് വിത്ത് ക്രീപ്പേഴ്സ് മീൻസ് അല്ലെങ്കിൽ വൗണ്ട് ഇൻ ക്രീപ്പേഴ്സ്. ക്രീപ്പേഴ്സ് മീൻസ് ഈ പടർന്നു പോകുന്ന ചെടികളെയാണ്, ഇത്തിൾ പോലെ പടർന്നു പോകുന്ന ചെടികളെയാണ് ക്രീപ്പേഴ്സ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഈ മരങ്ങളിലെല്ലാം ഇതുപോലുള്ള ചെടികൾ മീൻസ് ഇങ്ങനെ വള്ളിച്ചെടികൾ എന്ത് ചെയ്തിരുന്നു? പടർന്ന് പിടിച്ചിരുന്നു, അല്ലെങ്കിൽ വള്ളിച്ചെടികൾ കൊണ്ട് നിറഞ്ഞിരുന്നു നമ്മുടെ മരങ്ങളൊക്കെ എന്ന് പറയുന്നത്. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ആൻഡ് എ ഗ്രേറ്റ് വൈൽഡ് ഡാലിയ, ഒരു കാട്ട് ഡാലിയ ചെടി അല്ലെങ്കിൽ ഒരു കാട്ട് ഡാലിയയുടെ പൂവ് സഡൻലി റിയേർഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെഡ്, തൻ്റെ സ്വർണ്ണ തല എന്ത് ചെയ്തു? പുറത്തേക്ക് എന്ത് ചെയ്തു? നീട്ടി. ഫ്രം ദ ലീവ്സ് ആൻഡ് ഫേൺസ്, ആ പന്നച്ചെടികളുടെ ഇടയിൽ നിന്നും ആ പയ്യൻ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഡാലിയ, സ്വർണ്ണ നിറത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള ഒരു ഡാലിയ എന്ത് ചെയ്തു? തൻ്റെ തല എന്ത് ചെയ്തു? നീട്ടി. എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ഒരു പക്ഷേ ഒരു കാറ്റ് വീശിയിട്ടുണ്ടാകും, കാറ്റ് വീശുന്നതിൻ്റെ ഇടയിൽ ആ പച്ച പന്നച്ചെടികൾക്കിടയിൽ നിന്ന് ഒരു ഡാലിയയുടെ പുഷ്പത്തിൻ്റെ തല എന്ത് ചെയ്തേ? പുറത്തേക്ക് വന്നിട്ടുണ്ടാകും. ആ കാഴ്ചയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്നത്. Soon the boy was in the valley and the path straightened out and rose. He met a girl who was coming from the opposite direction. He held a long curved knife with which she had been cutting grass. The bangles she wore made music when she moved her hands, and it was as though the hands spoke a language of their own. സൂൺ, അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ ദ ബോയ് വാസ് ഇൻ ദ വാലി, നടന്നവൻ എവിടെ എത്തിച്ചേർന്നു? യെസ്, ആ ചെങ്കുത്തായിട്ടുള്ള വഴി ഇറങ്ങി, വാലി മീൻസ് താഴ്വരയിൽ എന്ത് ചെയ്തു? എത്തിച്ചേർന്നു. ആൻഡ് ദ പാത്ത് സ്ട്രൈറ്റൻഡ് ഔട്ട് ആൻഡ് റോസ്, അപ്പോൾ ഇത്രയും നേരം ചെങ്കുത്തായിട്ടുള്ള ഇറക്കമാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. താഴ്വരയിലേക്ക് എത്തിയ സമയത്ത് എന്ത് മനസ്സിലായി? ദ പാത്ത് സ്ട്രൈറ്റൻഡ് ഔട്ട്, എന്ത് ചെയ്തു? ആ വഴി എന്ത് ചെയ്തു? നിവർന്നു. ഇത്രയും നേരം ഇറക്കമായിരുന്നു, ആ വഴി നിവർന്നു. ആൻഡ് റോസ്, സ്ട്രൈറ്റൻഡ് ആൻഡ് റോസ്, നിവർന്ന് എന്ത് ചെയ്തു? നേരെ കിടന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ആദ്യം ചെങ്കുത്തായിട്ടുള്ള വഴിയാണ്, പിന്നെ എന്ത് ചെയ്യുന്നു? നേരെ കിടന്ന് മൗണ്ടനെ ചുറ്റിപ്പോകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. വാലിയിലേക്ക് എത്തിച്ചേർന്നപ്പോഴത്തേക്കും ആ വഴി എന്ത് ചെയ്തു? സ്ട്രൈറ്റൻഡ് ഔട്ട് ആൻഡ് റോസ്, ആ വഴി എന്ത് ചെയ്തു? നല്ല നിവർന്ന വഴിയായിട്ട് എന്ത് ചെയ്തു? മാറി. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഹി മെറ്റ് എ ഗേൾ ഹു വാസ് കമ്മിങ് ഫ്രം ദി ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഹി മെറ്റ് എ ഗേൾ, ഒരു പെൺകുട്ടി അവൻ എന്ത് ചെയ്തു? കണ്ടുമുട്ടി. ഹു വാസ് കമ്മിങ് ഫ്രം ദി ഓപ്പോസിറ്റ് ഡിറക്ഷൻ, അവൻ നടക്കുന്നതിൻ്റെ എതിർ ദിശയിൽ നിന്ന് വരികയായിരുന്ന ഒരു പെൺകുട്ടി അവൻ എന്ത് ചെയ്തു? കണ്ടുമുട്ടി. ഷീ ഹെൽഡ് എ ലോങ് കർവ്ഡ് നൈഫ്. ഷീ ഹെൽഡ്, അവളുടെ കയ്യിലുണ്ടായിരുന്നു എന്തുണ്ടായിരുന്നു? എ ലോങ് കർവ്ഡ് നൈഫ്. കർവ്ഡ് മീൻസ് വളഞ്ഞ ഒരു കത്തി, നൈഫ് മീൻസ് കത്തി അവളുടെ കയ്യിലുണ്ടായിരുന്നു. അതായത് വളഞ്ഞ കത്തി എന്ന് പറയുമ്പോൾ എന്താണ്? അരിവാൾ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്തിനുള്ള അരിവാളാണ്? വിത്ത് വിച്ച് ഷീ ഹാഡ് ബീൻ കട്ടിങ് ഗ്രാസ്. ആ അരിവാൾ വെച്ചിട്ട്, ആ വളഞ്ഞ കത്തി വെച്ചിട്ട് അവൾ എന്ത് ചെയ്യുകയുണ്ടായിരുന്നു? പുല്ലറുത്ത് കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പുല്ലറുക്കാൻ ഉപയോഗിക്കുന്ന ആ കത്തിയുമായിട്ട് വരുന്ന ഒരു പെൺകുട്ടി എന്ത് ചെയ്തു? അവൻ കണ്ടു. The bangles she wore made a music when she moved her hands. When she moved her hands, അവളുടെ കൈകൾ അവൾ ഇങ്ങനെ ഇളക്കുന്നതിനനുസരിച്ച് the bangles, അവളുടെ കയ്യിൽ കിടക്കുന്ന വളകൾ, ബാങ്കിൾ മീൻസ് വള, വളകൾ എന്ത് ചെയ്തു? മെയ്ഡ് മ്യൂസിക്, ഒരു സംഗീതം ഉണ്ടാക്കി. അതായത് കയ്യിൽ കിടക്കുന്ന വളകൾ എന്ത് ചെയ്തു? ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദമുണ്ടാക്കി, അത്രേ ഉള്ളൂ. ആൻഡ് ഇറ്റ് വാസ് ആസ് ദോ ദ ഹാൻഡ്സ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ. അത് ഏതുപോലെ തോന്നിയെന്നറിയാമോ? അവളുടെ കയ്യിൽ കിടക്കുന്ന വളകളൊക്കെ കിലുങ്ങുമ്പോൾ കേൾക്കുന്ന ശബ്ദം ഏതുപോലെ തോന്നിയെന്നറിയാമോ? ഇറ്റ് വാസ് ആസ് ദോ ദ ഹാൻഡ്സ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ. കൈകൾ അവരുടെ ഭാഷയിൽ എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു, സംവദിക്കുന്നത് പോലെയാണ് എന്ത് ചെയ്തത്? തോന്നിയത്. കയ്യിൽ കിടക്കുന്ന വളകൾ കിലുങ്ങിയപ്പോൾ കൈകൾ എന്തോ എന്ത് ചെയ്യുന്ന പോലെ തോന്നി? പറയുന്ന പോലെ അല്ലെങ്കിൽ സംസാരിക്കുന്ന പോലെയാണ് എന്ത് ചെയ്തത്? തോന്നിയത്. അപ്പോൾ അവളോട് അവൻ ചോദിച്ചു, ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ദി റിവർ? ആസ്ക്ഡ് ദ ബോയ്. പയ്യൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, ഇനി പുഴയിലേക്ക് എത്ര ദൂരമുണ്ട്?
The girl had obviously never been to the river, or she may have been thinking of another one, because she said 20 miles without any hesitation. അപ്പോൾ പറയുകയാണ്, ദ ഗേൾ ഹാഡ് ഒബ്വിയസ്ലി നെവർ ബീൻ ടു ദ റിവർ. ആ പെൺകുട്ടി ഇതുവരെ ആ റിവറിൽ പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഓർ അല്ലെങ്കിൽ ഇതാകും കാരണം, ഷീ മേ ഹാവ് ബീൻ തിങ്കിങ് ഓഫ് അനദർ വൺ. അവൾ എന്തിനെയോ കുറിച്ച് ചിന്തിക്കുകയായിരുന്നിട്ടുണ്ടാവും. മറ്റേതോ റിവറിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും കുറിച്ച് ചിന്തിക്കുകയായിരുന്നിട്ടുണ്ടാവും. എന്താണ് കാരണം എന്നറിയാമോ? ബിക്കോസ് ഷീ സെഡ് 20 മൈൽസ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ. ആ പയ്യൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് അവൾ 20 മൈൽ എന്നാണ്. പയ്യൻ എന്താ ചോദിച്ചത്? പുഴയിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന്. നേരത്തെ ഒരാളെ കണ്ടായിരുന്നു, വുഡ്കട്ടറിനെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു 7 മൈൽ ദൂരമാണെന്ന്. ഇപ്പോൾ കുറേ ദൂരം കൂടി സഞ്ചരിച്ചതിന് ശേഷം ഒരു പെൺകുട്ടിയെ കണ്ടു. അവളോട് ചോദിച്ചപ്പോൾ അവൾ പറയുന്നു 20 മൈൽ ദൂരം. ഇതെന്താ, നടക്കുന്നതിനനുസരിച്ച് ദൂരം കൂടിക്കൂടി വരികയാണ്? ഒരിക്കലുമില്ല. അപ്പോൾ പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ അവൾ വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ, യാതൊരു മടിയും കൂടാതെയാണ് മറുപടി പറഞ്ഞത് 20 മൈൽ ദൂരം. അതുകൊണ്ടാണ് പറഞ്ഞത് മിക്കവാറും പെൺകുട്ടിക്ക് ഈ പുഴ എവിടെയാണെന്ന് അറിയത്തുണ്ടാവില്ല, അല്ലെങ്കിൽ പെൺകുട്ടി മറ്റെന്തിനെയോ കുറിച്ച് എന്ത് ചെയ്യുകയായിരിക്കും, ചിന്തിച്ചുകൊണ്ട് ഇരുന്നപ്പോഴായിരിക്കും ഈ ചോദ്യം വന്നത്. ഒരു മടിയും കൂടാതെ തന്നെ ആ പെൺകുട്ടി എന്ത് ചെയ്തു, മറുപടി പറഞ്ഞു 20 മൈൽ ദൂരമെന്ന്. ദ ബോയ് ലാഫ്ഡ് ആൻഡ് റാൻ ഡൗൺ ദ പാത്ത്. പയ്യന് കാര്യം മനസ്സിലായി. പെൺകുട്ടി ശരിക്കും ആലോചിച്ചല്ല മറുപടി പറഞ്ഞത്, മറ്റെന്തോ ആലോചിച്ചുകൊണ്ട് മറുപടി പറഞ്ഞാണ്. അങ്ങനെ അവൻ ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്തു, റാൻ ഡൗൺ ദി പാത്ത്. ആ വഴിയിലൂടെ എന്ത് ചെയ്തു, താഴേക്ക് ഓടി. എ പാരറ്റ് സഡൻലി സ്ക്രീച്ച്ഡ്, flew low over his head, a flash of red and green. The bird disappeared amongst the trees. The boy laughed and ran down the path. തിരിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു, ആ വഴിയിലൂടെ താഴേക്ക് എന്ത് ചെയ്തു, ഓടി. A parrot suddenly screeched. സ്ക്രീച്ച് എന്ന് പറഞ്ഞാൽ ഈ തത്ത ഒക്കെ വിളിക്കുന്നതിൻ്റെ ആ ഒരു ശബ്ദത്തിനെയാണ് സ്ക്രീച്ചിങ് എന്ന് എന്ത് ചെയ്യുന്നു പറയുന്നത്. എ പാരറ്റ് സഡൻലി സ്ക്രീച്ച്ഡ്. ഒരു തത്ത പെട്ടെന്ന് എന്ത് ചെയ്തു, ചിലച്ചുകൊണ്ട് ഇങ്ങനെ പോയി. ഫ്ലൂ ലോ ഓവർ ഹിസ് ഹെഡ്. അവൻ്റെ തലയ്ക്ക് മുകളിലൂടെ തട്ടിയില്ല എന്നുള്ള പരുവത്തിന് എന്ത് ചെയ്തു, ആ ഒരു തത്ത എന്ത് ചെയ്തു, പച്ച തത്ത പാറിപ്പോയി. എ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ. അറിയാലോ തത്തയുടെ നിറം റെഡും ഗ്രീനും ആയിരിക്കും. ഗ്രീൻ ആയിട്ടുള്ള ഫെതേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ചുണ്ടിലും കഴുത്തിലും ഒക്കെ എന്ത് കാണും, ആ ചുവന്ന നിറത്തിലുള്ള സംഗതികളായിരിക്കും ഉണ്ടാവുക. അതായത് ചുണ്ടും ചുവപ്പായിരിക്കും, കഴുത്തിൽ ഒരു ചുവന്ന നിറത്തിലുള്ള വട്ടവും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ, ആ റെഡ് ആൻഡ് ഗ്രീൻ നിറത്തിൽ ആ കോമ്പിനേഷനിൽ ഒരു തത്ത എന്ത് ചെയ്തു, പെട്ടെന്ന് പറന്നുപോയി. ആൻഡ് ദ ബേർഡ് ഡിസപ്പിയർഡ് എമംഗ്സ്റ്റ് ദ ട്രീസ്. പെട്ടെന്ന് തന്നെ ആ പക്ഷി പറന്ന് എവിടെ അപ്രത്യക്ഷമായി? എന്തിൻ്റെ ഇടയിൽ? എമംഗ്സ്റ്റ് ദ ട്രീസ്. ആ മരങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്തു, അപ്രത്യക്ഷമായി. പച്ച ഇലകളുള്ള മരങ്ങളുടെ ഇടയിൽ കിളി പറന്ന് നിന്നാൽ പെട്ടെന്ന് എന്ത് ചെയ്യില്ല, പിന്നെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. അങ്ങനെ പയ്യൻ നടന്ന് 1-2 പേരെയൊക്കെ കണ്ടു. ആരെയൊക്കെയാണ് കണ്ടത്? വുഡ് കട്ടറിനെ കണ്ടു, അതുപോലെ ഒരു പെൺകുട്ടിയെ കണ്ടു, ഒരു അരിവാളുമായിട്ട്, ആ പുല്ലറുക്കുന്ന അരിവാളുമായിട്ട് കടന്നു വരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. പുഴയിലേക്ക് പോവുകയാണ്. 2 പേരോടും പുഴയിലേക്ക് എത്ര ദൂരമെന്ന് ചോദിച്ചു. അതിനുശേഷം നടന്നു വരുന്ന സമയത്ത് ഒരു തത്തയെ കണ്ടു. തത്ത പെട്ടെന്ന് എന്ത് ചെയ്തു, ആ പാറി എവിടേക്ക് മറഞ്ഞു? മരങ്ങൾക്കിടയിലേക്ക് എന്ത് ചെയ്തു, മറഞ്ഞു. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ എന്ത് ചെയ്തത്, മനസ്സിലാക്കിയത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സൈഡ് ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുക. ഈ കഥയുടെ ബാക്കി ഭാഗം അവസാനം വരെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതുവരേക്കും ഗുഡ് ബൈ.